ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പ്രേക്ഷകരുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. കൈരളി ടിവിയുടെ ജനപ്രിയ റിയാലിറ്റി ഷോയാണ് പട്രുമാൽ എന്ന് പറയുന്നത്. ആ പട്രുമാലിൻ്റെ മെഗാ ഇവന്റ് കോഴിക്കോട് നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള റിഹേഴ്സലൊക്കെ പുരോഗമിക്കുന്നു. സരോവരം ട്രേഡ് സെന്ററിൽ ഈ മെഗാ ഇവന്റ് അരങ്ങേറുക. കൈരളിയുടെ ജനപ്രിയ പരിപാടിയായ പട്രുമാലിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കോഴിക്കോട് നഗരം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ അതിന് മലബാറിലുള്ളൊരു പ്രത്യേക സ്നേഹം, ഇഷ്ടമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സ്നേഹം ഈ പട്രുമാലിനോട് പ്രേക്ഷകർക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു മെഗാ ഇവന്റ് വരുമ്പോൾ അതിനെ ആവേശമാക്കുകയാണ് കോഴിക്കോട് നഗരം. മേഘ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ മേഘ എവിടെയെന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ദിവസങ്ങളായി മേഘയെ കണ്ടിട്ടെന്നൊക്കെ പലരും പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പരാതിയൊക്കെ മാറിയിരിക്കുന്നു. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. മേഘ, ആ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം മേഘ എവിടെയെന്ന് നമ്മളോട് കുറേ ആളുകൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. മേഘയെ കാണുന്നില്ലല്ലോ, കുറേ ദിവസമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു സ്നേഹം കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പട്രുമാലിനെ കാത്തിരിക്കുകയാണ് കോഴിക്കോട്. അണിയറയിൽ നടക്കുന്ന ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് മനു? ഏതായാലും എല്ലാവർക്കും പ്രേക്ഷകർക്ക് സ്നേഹം കഴിഞ്ഞ കുറെ ദിവസമായി, ഒരു 4 ദിവസമായി അവധിയായിരുന്നു. അതുകൊണ്ടാണ് ഫ്രെയിമിലൊന്നും കാണാത്തത്. ഏതായാലും ഇന്നത്തെ കൈരളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പട്രുമാൽ. അതായത് പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോ ആണ് പട്രുമാൽ. അതിന്റെ മെഗാ ഇവന്റിനാണ് ഇന്ന് കോഴിക്കോട് വേദിയാകുന്നത്. അതേറെ സന്തോഷത്തോടു കൂടി പറയേണ്ട കാര്യമാണ്. ഈ മാപ്പിളപ്പാട്ട് രംഗത്ത് ഏറ്റവും ആദ്യം ഒരു റിയാലിറ്റി ഷോ പരിചയപ്പെടുത്തിയത് കൈരളി ചാനലാണ്. ആ കൈരളിയുടെ പട്രുമാലിന് പിന്നാലെയാണ് മറ്റു ചാനലിൽ മാപ്പിളപ്പാട്ടിനായ ഒരു റിയാലിറ്റി ഷോ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് വലിയൊരു ചരിത്രം തന്നെ ഈ പട്രുമാലിനുണ്ട് എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. മലബാറുകാർക്ക്, കോഴിക്കോട്ടുകാർക്ക് മാപ്പിളപ്പാട്ടിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതും കൂടി ഇന്നത്തെ ദിവസം ഇവിടെ എടുത്തു പറയണം. അത് തന്നെയാണ് ഈ പട്രുമാലിനെ ശ്രദ്ധേയമാക്കുന്നത്, മെഗാ ഇവന്റിനെ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വൈകിട്ട് 5 മണിക്കാണ് ഈ പട്രുമാൽ മെഗാ ഇവന്റിന് ഇന്ന് കോഴിക്കോട് വേദിയാകുന്നത്. സരോവരം ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇന്നലെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് എല്ലാം വിലയിരുത്തുകയും ചെയ്തിരുന്നു. വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ശരിക്കും ഉത്സവ ആഘോഷ തിമർപ്പിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പലയിടങ്ങളിൽ നിന്നായി ആളുകളൊക്കെ തന്നെയും ഈ മെഗാ ഇവന്റിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൈരളി ടിവിയുടെ പട്രുമാലിന്റെ സീസൺ 12ന്റെ ഗ്രാൻഡ് ഫിനാലെയും ഈ ഇവന്റിന്റെ വിജയിയെയും ടൈറ്റിൽ വിന്നറെയും ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കും. അതിനൊപ്പം മാപ്പിളപ്പാട്ടിന്റെ വ്യത്യസ്തമായൊരു ലോകം കാണികൾക്ക് ഇന്ന് ഈ സരോവരത്ത് കാണാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അൻവർ സാദത്ത്, അമൃത സുരേഷ്, ഒപ്പം തന്നെ സിന്ധു പ്രേംകുമാർ, ഷബ്നം റിയാസ്, സജ്ല സലീം, യുംന അജിൻ, ആദിൽ അത്തു തുടങ്ങി മികച്ച നിരവധി ഗായകർ പങ്കെടുക്കുന്ന മെഗാ ഷോ ഇതിന്റെ ഭാഗമായി അരങ്ങേറും. അതിനൊപ്പം പാട്ടിനൊപ്പം ചുവടുകളുമായി ആരാധകരെ വിസ്മയിപ്പിക്കാൻ ഇന്നത്തെ ദിവസം ദിൽഷ പ്രസന്നൻ, റനീഷ റഹ്മാൻ തുടങ്ങിയവരും എത്തുന്നുണ്ട്. ഏതായാലും വൈകിട്ട് 5 മണിക്കാണ് ഈ മെഗാ ഇവന്റിന് കോഴിക്കോട് വേദിയാകുന്നത്. നിരവധി ആളുകളാണ് ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ ഈ പരിപാടി കാണണം എന്ന ആഗ്രഹം കൊണ്ട് എത്തുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു ഉത്സവ ലഹരിയിലാണ്. മാപ്പിളപ്പാട്ടിന്റെ ഉത്സവ ലഹരിയിലായിരിക്കും ഇന്നത്തെ വൈകുന്നേരം കോഴിക്കോട് സ്വന്തമാക്കുക മനു. ശരി, ഏതായാലും ഇന്ന് കോഴിക്കോട് ആഘോഷമാക്കാൻ വേണ്ടി പോവുകയാണ് പട്രുമാലിന്റെ ഈ മെഗാ ഷോ. ഏതായാലും ഇന്ന് വൈകിട്ട് 5:30 കോഴിക്കോട് തുടങ്ങും. സരോവരം ട്രേഡ് സെന്റർ, സരോവരം പാർക്കിലാണ് ഈ പരിപാടി നടക്കുക. ഏറ്റവും ആഘോഷത്തോടെ, ആവേശത്തോടെ മലബാർ കാത്തിരിക്കുകയാണ് മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾ കേൾക്കാൻ, മൊഞ്ചുള്ള പാട്ട് കേൾക്കാൻ. ഏതായാലും എല്ലാവരെയും ഞങ്ങൾ കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പട്രുമാലിന്റെ ഈ മഹത്തായ പരിപാടിയുടെ ഭാഗമാകാനായി കോഴിക്കോട് നിന്ന് മേഘയാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്.